കിടക്കുന്ന കിടത്തം കണ്ടില്ലേ? നീയാണോ മീര? എന്നാടി? എനിക്ക് ഡിവോഴ്സ് വേണം. കടറൊക്കെ മേടിച്ചു തരാം. എന്താ ഡിവോഴ്സ്? എനിക്ക് നിന്റെ കൂടെ ജീവിച്ച് മതിയായി. എടി എന്റെ കൂടെ ജീവിച്ചെന്ന് പറയാൻ 10-20 വർഷമായിട്ടില്ല, 6 മാസമല്ലായിട്ടുള്ളൂ. പിന്നെന്താടി? മതി, 5-6 മാസം മതി. നിന്റെ കംപ്ലീറ്റ് സ്വഭാവം എനിക്ക് മനസ്സിലായി. മതിയോ? എന്തോരം പേര് എന്റെ സൗന്ദര്യം കണ്ടെന്റെ പുറകെ നടന്ന, എന്നിട്ട് പ്രേമിച്ച് കെട്ടുള്ളൂ എന്ന് പറയുന്ന വാശി, എന്നിട്ട് കെട്ടിയതോ ഒരു സ്നേഹമില്ലാത്തൊരു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല് വരണേ. എനിക്ക് ഡിവോഴ്സ് വേണം. അപ്പൊ ഡിവോഴ്സ് അല്ലേ? ഓക്കെ, തരാം. അതിന് മുന്നേ ഇവിടെ ആകാശം ഇടിഞ്ഞു വിടാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായി അതൊന്ന് പറ. നിനക്ക് ശരിക്കും ഒന്നും അറിയില്ല അല്ലേ വരണേ? നിനക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കണല്ലേ? എനിക്കൊന്നും മനസ്സിലാവില്ല, അതാ. ഓ, എന്തോ ഒരു തലയെഴുത്തത്. മീരമോളൂ, കുക്കുംബർ അരിയാണോ ഈ കൊച്ചി കള്ളി? ചായ ആയില്ലേ മീരെ? അല്ല, ആയിട്ടില്ലെങ്കിൽ ഞാൻ വെക്കാം, നീ അത് അരിഞ്ഞോന്ന് പറയായിരുന്നു. എടി മീരെ, എടി എന്താടി രാവിലെ തന്നെ ഇങ്ങനെ ഡിവോഴ്സ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട്? എന്താ സംഭവം? നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലേ? എടി എനിക്ക് അറിയാൻ പാടില്ല. കല്യാണത്തിന് മുന്നേ എല്ലാ ദിവസവും എന്നെ കാണണം, ആ പച്ചസാരി ഉടുക്കുമ്പോ എന്നെ കാണാൻ എന്ത് സുന്ദരിയാ എന്നൊക്കെ പറഞ്ഞതാ. ഓർമ്മയുണ്ടോ? ഓർമ്മ കാണില്ല നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഞാനില്ല, എനിക്കറിയാം. എടി ഞാൻ ഒരു കാര്യം പറയട്ടെ. എടി കല്യാണം കഴിക്കണേക്കാട്ടിലും മുന്നേ പോലെ അല്ല ഇപ്പോ. കല്യാണം കഴിച്ചതിന് ശേഷം ഫുൾ ടൈം നീ എന്റെ കൂടെ അല്ലേ? പിന്നെ ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണണം എന്ന് പറയണേ? പിന്നെ പച്ചസാരി, എടി പച്ചസാരി നീ ഇപ്പൊ ഉടുക്കാൻ പോലും ഇല്ല. നല്ല നാവുള്ളോണ്ടേ എന്ന് പറഞ്ഞ ജയിക്കാം. ഇതൊക്കെ പറയണ ഞാൻ പൊട്ടി. ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ പറയും 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് ഫോണിൽ കിട്ടുന്നു. ഇനി സിനിമയ്ക്ക് കൊണ്ടുപോയാലോ 300 രൂപ പോപ്കോൺ എന്ന് പറഞ്ഞ് പട്ടിണി കിട്ടും. നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ തട്ടുകടയുടെ സ്വാദ് താജ് ഹോട്ടലിൽ കിട്ടുമെന്ന് ചോദിക്കും. ഇതൊന്നും അല്ലാണ്ട് സാരി എടുത്തരാൻ പറഞ്ഞാൽ ആ വാർഡ്രോബ് മുഴുവൻ സാരികളല്ലേ എന്ന് പറയും. ആ പറച്ചിലിട്ടതിന് നിങ്ങളാണോ മനുഷ്യൻ എനിക്ക് സാരിയൊക്കെ എടുത്തത്? ഓ, അതൊന്നും പോരാ. കല്യാണത്തിന് മുന്നേ കൂട്ടുകാരുടെ കൂടെ ഊട്ടി പോണു, കൊടൈക്കനാൽ പോണു, മൂന്നാർ പോണു. കല്യാണം കഴിഞ്ഞോടുകൂടി ട്രിപ്പ് എന്ന് കേട്ടിന് അപ്പൊ അലർജിയാ. അതെന്താ ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറൊന്നും ഭാര്യയോട് പോകാൻ പറ്റത്തില്ലേ? എന്റെ മീരമോളെ ഞാൻ നിന്നെ മണാലി കൊണ്ടുപോയില്ലേ? മണാലിന്ന് കേൾക്കുന്നുണ്ടല്ലോ. നിന്റെ കണ്ണിന് മൊത്തം മണാലി മാറി വരാൻ തോന്നുന്നു എനിക്ക്. എടാ, 5 മാസം കഴിഞ്ഞിട്ടല്ലേ നീ എന്നെ മണാലി കൊണ്ടുപോയേ അല്ലേ? എന്നിട്ട് നിനക്കറിയാവോ എന്റെ മനസ്സിലുള്ള മണാലി മഞ്ഞിന്റെ ഒരു കൂമ്പാരം, ഒരു താഴ്വരയായിരുന്നു. എന്നിട്ട് നീ കൊണ്ടുപോയ മണാലിയില് കുറെ പാറയും കുറെ കല്ലും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ പാറയും കല്ലും ഒക്കെ കാണാനാണെങ്കിൽ ഞാൻ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ കയറി നിൽക്കില്ലേ? അത് പിന്നെ നമ്മൾ പോയ സമയത്ത് സീസൺ അല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? കഴുത സീസൺ സമയം പോലും അറിയത്തില്ല. നീ കണ്ടായിരുന്നോ വാട്സപ്പില്? മാളും ആനന്ദും ഒക്കെ അവിടെ പോയിട്ട് മഞ്ഞ് കട്ടകൾ എറിഞ്ഞെറിഞ്ഞ് കളിക്കുക. എന്നെ കൊണ്ടുപോയപ്പോ മഞ്ഞ് കട്ട വിട്ടൊരു മഞ്ഞ് തുള്ളി പോലും ഇല്ല. മനസ്സിലായി. മഞ്ഞുള്ള പറയുന്നത് കുറച്ചാണ് നീ ചെയ്യുന്നത്. ഇപ്പൊ നീ ട്രാക്കിലെത്തി. ഇപ്പോഴേക്ക് കാര്യം മനസ്സിലായത്. എടി അവരെങ്കിലും അവിടെ സമാധാനം ജീവിച്ചോട്ടെ. അവരിന്റെ അനീതിയല്ലേ, ചുമ്മാ കണ്ണു വെക്കണ്ട. നീ പണിയെടുത്തേ. കണ്ണു വെക്കാനോ? ഞാൻ കണ്ണു വെക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ണു വെക്കാൻ. അതെന്താ കൊറേ അധികം? എന്നിട്ടത് അവരെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? എന്റെ അറിവിലൊരു 3 മാസം അല്ലേ? ആനന്ദ് എന്താ മാളൂനെ വിളിക്കുന്നതെന്ന് അറിയാമോ? എനിക്കിങ്ങനെ അറിയാൻ അവരുടെ അതും അറിയത്തില്ല. അങ്ങനെയല്ല, അറിയാം. മാളൂട്ടി എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നല്ലേ മാളൂട്ടിന്ന്. നീ നിന്നെ ഇടയ്ക്കിടയ്ക്ക് കത്തിയെടുക്കണം. കത്തിയോടെ വെക്കി. പിന്നെ എന്താവും വിളിക്കുന്നേ? ചക്കരേന്നോ തേരേന്നോ താലേന്നോ? പറയടി, എന്താ വിളിക്കണേ? കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞു. എടി മീര, ഞാൻ പറയണ കേക്ക്. ആനന്ദ് ആന്റിന്റെ ക്യാരക്ടർ, എനിക്ക് എന്റെ ക്യാരക്ടർ, ഞാൻ ഡിഫറെന്റ് അല്ലേ? ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. എന്റെ ക്യാരക്ടർ നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ നീ എനിക്ക് കെട്ടിച്ചു തന്നെ അല്ലേ? പിന്നെന്താ പ്രശ്നം? അത് തന്നെയാണ് പ്രശ്നം. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് വേണം, അത്രയല്ലോ. അത് തരാം.
നിന്നെ വക്കീലുണ്ടോ? ഇല്ല. ഇല്ലേ? നിന്റെ അച്ഛനെയും അമ്മേനെയും എല്ലാരും വിളിച്ചോ എനിക്ക് ഡിവോഴ്സ് തരാം. എന്റെ ഫോൺ അവിടെ. അല്ല എടാ സായിയാതെ പെട്ടെന്നൊരു വക്കീൽ അറേഞ്ച് ചെയ്യണേ. ആ കാര്യം നേരിട്ട് പറയാം, മാക്സിമം ഇന്ന് തന്നെ. ആടാ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നീ ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടി കിടക്കണമെന്ന് ഞാൻ പറയാ. ഈ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോകം അവസാനിക്കൊന്നും ഇല്ലാട്ടാ, മനസ്സിലായില്ലേ? അല്ല എല്ലാം കൂടി ഒറ്റടിക്ക് തീർന്നു എന്ന് പറഞ്ഞ അല്ല, പിന്നെ ഓരോന്നിനായിട്ട് സഹിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി ശരി, വിളിക്കാം. നിന്നെ എനിക്ക് കൊഞ്ചിക്കണമെന്നുണ്ട് ചക്കരെ. നിനക്കറിയാലോ, ഇന്നലെ ഓഫീസിൽ വർക്ക് ചെയ്ത് ഞാൻ 4 മണിക്ക് കിടന്നത്. നീ കൂർക്കം വലിച്ചു കിടന്നു. നിന്റെ നെറ്റിലെ ഉമ്മ വെച്ച് പോലും നീ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് നീ എന്നെ ചവിട്ടി. നിന്നെ ജീവനല്ലായിരുന്നെങ്കിൽ ഞാൻ കാല് പിടിച്ചോളാം ഞാന്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ലാണ്ടായി പോലോടി. ഇയാൾ ആരാ? ദൈവോ? വക്കീലിനെ കാണാൻ പോണു ദുഷ്ടൻ. എന്റെ ഈ നിഷ്കളങ്കായ മോൻ നോക്കിയിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഞാനൊരു പാവല്ലേ, എന്നെ ഒന്ന് ശ്വാസിച്ചാ പോരായിരുന്നോ? സാഹചര്യമാണ് ഭർത്താക്കന്മാരെ പിശുക്കന്മാരാക്കുന്നത്. വീടിന്റെ ലോൺ, കാറിന്റെ ലോൺ, ഗ്യാസ്, കറണ്ട്. ഒരു 4 മണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാക്സിമം ആദ്യം എന്താ? ഫ്രിഡ്ജിലെ സാധനങ്ങൾ ചീത്തയാവുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ലോകത്തുള്ള മിക്ക ആണുങ്ങളും കടക്കാരാവുന്ന കല്യാണത്തിന് ശേഷമായിരിക്കും. അതൊരു ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടാ. ഈ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണൊരു ഭർത്താവിനെ കടക്കാരൊക്കെ ചുറ്റും നിൽക്കുന്ന നിലയിൽ കാണരുത്. ആദ്യയുടെ ആയിരിക്കും അവരെപ്പോഴും. വേണ്ട. ഏത് ഭാര്യയാണ് ഭർത്താവ് ഒന്ന് കൊഞ്ചിക്കുന്ന ആഗ്രഹിക്കാത്തത്? എന്നെ കൊഞ്ചിക്കുന്ന പോലെ പുറകെ നടക്കാൻ പറ്റുമോ? ഭാര്യ പരാതി പറയണ്ടെങ്കിലേ അതിനർത്ഥം ഭർത്താവിന്റെ സ്നേഹം കുറച്ചുകൂടി വേണമെന്നല്ലേ? ഈ കിഴങ്ങനോട് ഇതൊക്കെ ആര് പറഞ്ഞ് മനസ്സിലാക്കാനാണാവോ? എടി, ഞാൻ പോയി നോക്കണോ? എന്റെ കാലിന് മന്തൊന്നുമില്ല, ഞാൻ പോയി തുറന്നോളാം. ചേച്ചി എനിക്ക് ഡിവോഴ്സ് വേണം ചേച്ചി. അയ്യോ മോളെ, എന്താ പറ്റിയേ? ആനന്ദ് ചതിയനാണ് ചേച്ചി. അവൻ വേറെ ഏതെങ്കിലും പെൺകുട്ടികളുടെ? അയ്യേ, അതൊന്നുമല്ല. പിന്നെ ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണോ? അന്ന് എനിക്ക് ഡിവോഴ്സ് വാങ്ങിത്ത ചേട്ടനും കൂടെ ഒന്ന് പറ. അടി, കൊച്ചിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചല്ലേ, നമുക്ക് ചെയ്തു കൊടുക്കാം. മോളെ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് വേണ്ടേ മുന്നോട്ട് പോവാൻ. ചേച്ചി, ആനന്ദ് ശരിയല്ലേ ചേച്ചി? ഈ വരുണേട്ടനൊക്കെ എന്തൊരു പാവാണ്. വരുണേട്ടന്റെ ഗുണത്തിന്റെ ഒരു 100% ഉണ്ടെങ്കിൽ ആനന്ദ് എനിക്ക് ഓക്കെയാണ്. മോളെ, നമ്മൾ സ്വന്തം ഭർത്താക്കന്മാരെ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നത് തീരെ നല്ല സ്വഭാവമല്ല. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ, അല്ലേ? ഉണ്ട്, ഞങ്ങളുണ്ട് കൂടെ. എന്താ ആനന്ദ് ചെയ്തേ പറ. ഞാൻ ഈ ചേച്ചിനെ കൂടെ വിഷമിപ്പിക്കണോ? അത് സാരമില്ല, നീ പറ. ചേച്ചി ഇതൊന്ന് നോക്കിയേ. ഞാൻ കണ്ടാണല്ലോ. ചേച്ചി ശ്രദ്ധിച്ചു നോക്ക്, അതിലെ ലൈക്ക് നോക്ക്. 60 ലൈക്സ് അല്ലേ? നല്ല ലൈക്ക് ഉണ്ടല്ലോ. ചേച്ചി, കല്യാണത്തിന് മുമ്പ് ഞാൻ ഏതൊരു പിക്കിട്ടാലും ഫസ്റ്റ് ലൈക്ക് ആയിരുന്നത് ആനന്ദായിരുന്നു. ഇപ്പൊ കല്യാണത്തിന് ശേഷം ഞാനൊരു പോസ്റ്റ് ഇട്ട് അവൻ ലൈക്ക് ചെയ്യുന്ന പോലുമില്ല. അവൻ എന്നെ വേണ്ടാത്തോണ്ടല്ലേ, അവൻ എന്നെ ഇഷ്ടമല്ലാത്തോണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതേ മോളെ, ഇഷ്ടമല്ല. എങ്ങനെ മോള് അവന്റെ കൂടെ ജീവിച്ചത്? ഞാനൊരു കാര്യം ചോദിച്ചോളൂ, ഒരു ലൈക്ക് പോലും തരാം ഈ പിച്ച് കാണിക്കുന്ന അവന്റെ കൂടെ മോളെ എങ്ങനെ ജീവിക്കാം? ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് വേണം. നീ ആ വക്കീലിന്റെ നമ്പർ എടുത്തേ. ചേച്ചി, വേറൊരു കാര്യം കേക്ക്. ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി, അതിന് ഇത്തിരി ഉപ്പ് കൂടിപ്പോയി. അത് സത്യമാണ്. ആനന്ദ് വഴക്ക് പറഞ്ഞു? ഇല്ല, അച്ഛനും അമ്മയും കഴിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവരോട് പറയാ കറിക്ക് ഉപ്പ് കൂടുതലാണെന്ന്. അതുകൊണ്ട് ആ കറി അവര് തൊട്ടുപോലും നോക്കിയില്ല. മോളപ്പനി ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ ഡിവോഴ്സ് ചെയ്തോ. ഈ ചിക്കൻ കറിക്കൊക്കെ ചീത്ത പറയുന്നത് പിന്നാണ്ടിരുന്നാ പോരായിരുന്നോ? എന്നിട്ട് മോളെ ചിക്കൻ കറി എന്ത് ചെയ്തു? അത് ടോമിക്ക് കൊടുത്തു. ടോമി അത് കഴിച്ചില്ല. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നറിയോ? ടോമിയോട് പറഞ്ഞിട്ടുണ്ടാവും അതിന് ഉപ്പ് കൂടിയെന്ന്. എന്നൊന്നും നോക്കണ്ട മീര, ഡിവോഴ്സ് കിട്ടിയേ പറ്റി. എന്നാ എനിക്കൊരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. ഇത് നോക്ക്. ഇതെന്താ പറ്റിയേ? ആനന്ദ് പിച്ചിയതാണ്. എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാനൊരു കുപ്പി എടുത്തെറിഞ്ഞു. പക്ഷെ ചേച്ചി ഒരു കാര്യം ഓർക്കണം, ഞാൻ ആ കുപ്പി എടുത്തെറിയുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്റെ ആനന്ദേട്ടന്റെ മേത്തത് കൊള്ളല്ലേന്ന്.
ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. അത് കൊണ്ടു അതെന്റെ തെറ്റാണോ അതുപോലും മനസ്സിലാക്കാതെ അവൻ എന്നെ പിച്ചിയത്. അതെ, എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. നിന്റെ അനിയത്തിക്കായിരിക്കും. നമുക്ക് എന്തായാലും നമുക്ക് കേസായിട്ട് മുന്നോട്ട് പോവാം. ചിക്കൻ കറി ഇതൊക്കെ ഇത് നമുക്ക് കേസായിട്ട് മുന്നോട്ട് പോയി ഇതൊക്കെ മാറ്റി തൽക്കാലത്തേക്ക്. വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കില്ല. മണാലി കൊണ്ടേ പറ്റിച്ചതല്ലേ. മണാലി കൊണ്ടിട്ട് പറ്റിച്ചോ? എവിഡൻസ് കംപ്ലീറ്റഡ്. പിന്നെ അതെ, നിങ്ങളൊന്ന് വന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാനുണ്ട്. ഫോണിൽ ഒരു മിനിറ്റ് കേട്ടോ. വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കൂല. എത്ര കരഞ്ഞിട്ട് കണ്ണീര് വരുന്നില്ല. വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കില്ല. എന്തീ എന്തേ കാണിച്ചോണ്ടിരിക്കണേ? എന്തോന്നു? ഈ വാഴ വെട്ടുമ്പോ പുറത്തിയ സ്വഭാവം അത്ര നല്ലല്ല. പഴഞ്ചൊല്ലു കറക്റ്റാണോ? എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ. മിസ്റ്റേക്ക് ഉണ്ടാവും. അവളെ ചെറിയ കുട്ടിയാ, അവൾക്ക് തീരെ പക്വതയില്ല. ഫുൾ എടുത്തു ചേട്ടാ. അപ്പൊ നിനക്കോ? ഞാൻ നമ്മുടെ കാര്യം പറയാൻ വേണ്ടി അല്ല വിളിച്ചത്. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കുമല്ലോ. ചിലപ്പോ ആ കൊച്ചിന്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. ഞാൻ സംസാരിച്ചോളാം, മിണ്ടാതെ അവിടെ ഇരുന്നാ മതി. ശരി, നോക്കാം. ഉറപ്പൊന്നുമില്ല. എനിക്ക് തേത്തത് പുതിയത് അങ്ങനെ ഉണ്ടായിരിക്കും. എനിക്കറിയാൻ പാടില്ല. നീ പോയി നോക്കി. ഞാൻ കൊച്ചായിട്ട് ഡിവോഴ്സിനായിട്ട് സംസാരിക്കട്ടെ. ഒന്നുമില്ല, വന്നേ വാ. വരെ നടക്കാൻ. നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ പോലെ ആയ എന്താ ചെയ്യാ? എന്റെ മീരേച്ചി ഇത് കേൾക്കണം. ഇന്നലെ ഇവരുടെ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായി. അതേ പിന്നെ ഒരു സൂര്യൻ എന്നല്ലേ പിശാശ് എനിക്ക് ഇതുവരെ. ഞാനിപ്പോ കൂട്ടുകാരെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? കൂട്ടുകാരി വിളിച്ചിട്ടേ മണാലിനേക്കാളും കുറച്ചും കൂടി തണുപ്പ് കാശ്മീരാണ്. അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? അതെങ്ങനെ സമ്മതിക്കും? അതന്നെ ഞാൻ ചോദിച്ചേ ഈ പിശാശിനോട്. ചേട്ടനാണെങ്കിൽ കാശ്മീർ അല്ലേ കൊണ്ടുപോളൂ. അല്ല, നീ വന്നേ. എടാ, ഇവളുമാർ രണ്ടുപേരും വിളിച്ച് ഫ്രിഡ്ജിൽ കൂട്ടിയിട്ടാ 2 ദിവസം. അതിനേക്കാളും കുറച്ച് വലുത് കിട്ടും. അല്ല, വലുത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ചോദിച്ചു നോക്കാം. അല്ല, ഞാൻ തണുപ്പിന്റെ സംസാരിക്കരുത് ഞങ്ങള്. അല്ല, മോളെന്ന് പറഞ്ഞേ? ചേട്ടനാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അല്ല, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ ലൈഫ് നമ്മുടെ അങ്ങനെയല്ലോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതൊന്നും നമുക്ക് കിട്ടണമെന്നില്ലല്ലോ മാളൂട്ടി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിന്റേതായിട്ടുള്ള ലെവലിലൂടെ നമ്മൾ വേറെ വഴിക്ക് എങ്ങനെയും പോവാം. അപ്പൊ നമുക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. നമ്മൾ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. കണ്ടില്ലേ? ഈ തുമ്മിയതിനും തൂറിയതിനും ഒക്കെ കണക്ക് പറയണ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ. അയ്യോ, ഞാൻ ചേച്ചിനെ ഉദ്ദേശിച്ച് പറഞ്ഞാലാട്ടാ. എന്താനന്ദ, ഞാൻ പെണ്ണല്ലേ? പറയാണ്ട് നമ്മൾ പെണ്ണല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആണുങ്ങൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. കല്യാണത്തിന് മുന്നൊരു സ്വഭാവം, കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു സ്വഭാവം, ഈ കല്യാണം കഴിഞ്ഞ അവിഹിതം ഉണ്ടെങ്കിൽ അവളുടെ അടുത്ത് വേറൊരു സ്വഭാവം. ഞങ്ങൾ പെൺകുട്ടികളെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പിന്നെ ആ സ്നേഹം തിരിച്ചിടണം ഞങ്ങൾ ആഗ്രഹിക്കും. ആ സ്നേഹം തിരിച്ചു തരാൻ പറ്റാത്ത പല ആൾക്കാരുമാണ് ഈ പെൺകുട്ടികൾ ഓരോ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്കൊരു കാര്യം അറിയോ? നമ്മുടെ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, എന്തിന്? വീടിന്റെ വാടക, ബൈക്കിന്റെ വാടക, കാറിന്റെ വാടക, ഇത് കിടക്കുന്ന ആരാ? നമ്മള്. ഇതിന് പണിയെടുക്കുന്ന ആരാ? നമ്മള് അല്ലേ? പിന്നെ ഇവളുമാർക്ക് വല്ല അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓടുള്ള ആരാ? എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയ വല്ല തെറ്റുകൾ നമ്മുടെ തിരക്കിന്റെ ഇടയിൽ പറ്റുമ്പോൾ നമ്മൾ ഇരുത്തി കൂടെ അപമാനിക്കുക, പുച്ഛിക്കുക. അതാണ് ശരി. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രാരാധത്തിന്റെ ബാണ്ടൊക്കെ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് അതങ്ങോട്ട് തുറക്കും. തുറക്കാനുണ്ടല്ലോ തുറക്കണേ. സത്യല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ച നിങ്ങളുടെ വിഷമങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നോ? ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങൾ ശരിക്കും വെറും ബലഹീനരാണ്. അതുകൊണ്ടാണ് മെജോറിറ്റി ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊന്നും ഫേസ് ചെയ്യാനുള്ള ഗട്സ് ഇല്ല. സത്യം. പക്ഷെ ഞങ്ങൾ പെൺകുട്ടികൾ എങ്ങനെയാണെന്നറിയോ? എന്തായാലും എങ്ങനെയായാലും നിങ്ങളുടെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലുള്ളൂ. അതിനിപ്പോ കുടിലാണെങ്കിലും പാലസിലാണെങ്കിലും ഒക്കെ. എല്ലാ ഭാര്യമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ഭാര്യമാര് അങ്ങനെയുണ്ട്. അതാദ്യം മനസ്സിലാക്കണം ചില ആൾക്കാര്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേച്ചി. നീ മിണ്ടാതിരിക്കണേ. പിച്ചി മാതി എന്നൊക്കെ പറഞ്ഞു വന്നോളൂ. ഞങ്ങളോട് പൊക്കോണം. അതെ, ചേച്ചി പറഞ്ഞില്ലേ? ചേച്ചി പറഞ്ഞ് ഇറക്കുക. ഇറങ്ങിപ്പോ രണ്ടും ഇറങ്ങിപ്പോ. നിന്റെ തക്കുടിനെ വിളിച്ചോ, പെട്ടെന്ന് ഇറങ്ങിപ്പോടാ. എന്താ തക്കുടും മുട്ടും കണ്ടില്ലേ മീര? ഇത്രയുള്ള പ്രശ്നം അല്ല നമ്മളിവിടെ കൊണ്ടുവന്നത്. പുതിയ പ്രശ്നം. മോളു അതെ മേഡം, എടി സോറി. ഇപ്പം മണാലിന്റെ നല്ല സീസണാ. പോയാലോ? പൈസ ഉണ്ടോ? പൈസക്ക് എന്തിനാ നോക്കണേ? ആദ്യം പോവാം, പിന്നല്ലേ പൈസ. നമുക്ക് വന്നിട്ട് നോക്കാം. എന്നാ നമുക്ക് കാശ്മീർ വരാം. ശരി, കാശ്മീർ. ഇനി കാശ്മീർ.